കുടിവെള്ള സ്രോതസ് മലിനപ്പെടുത്തിയത് അന്വേഷിക്കാനെത്തിയ പഞ്ചായത്ത് പ്രസിഡന്റിനെയും അംഗങ്ങളെയും കയ്യേറ്റം ചെയ്തെന്ന പരാതി. കോട്ടയം വിജയപുരം പഞ്ചായത്തിലെ ജനപ്രതിനിധികൾക്ക് നേരെയായിരുന്നു കയ്യേറ്റം. സ്വകാര്യ ആശുപത്രിയുടെ കെട്ടിട നിർമ്മാണ കരാറുകാരനെതിരെ പഞ്ചായത്ത് ഭരണസമിതി പരാതി നൽകി. വിജയപുരം പഞ്ചായത്തിലെ 6-ാം വാർഡിലാണ് സ്വകാര്യ ആശുപത്രിയുടെ നിർമ്മാണം. കെട്ടിടം നിർമ്മിക്കുന്നത് മൂലം പ്രദേശത്തെ കുടിവെള്ള സ്രോതസ് മലിനമാകുന്നതായി നാട്ടുകാർ പരാതി ഉന്നയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും പരാതി പരിശോധിക്കാൻ സ്ഥലത്തെത്തിയത്. കുടിവെള്ള സ്രോതസ് പരിശോധിക്കുന്നതിനിടെയാണ് കരാറുകാരനും തൊഴിലാളികളും കയ്യേറ്റം ചെയ്തതെന്നാണ് പരാതി. പരസ്പരമുള്ള വാക്കുതർക്കത്തിനിടെ കരാറുകാരനും തൊഴിലാളികളും ചേർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈനി വർക്കി, മെമ്പർമാരായ സിസി ബോബി, സോമിക്കുട്ടി എന്നിവരെയും നാട്ടുകാരിൽ ചിലരെയും മർദ്ദിച്ചു. ആ പ്രശ്നത്തില് പഞ്ചായത്ത് പ്രസിഡന്റിനെ തെറി വിളിച്ചുകൊണ്ട് അദ്ദേഹം മർദ്ദിച്ചു. അയാളുടെ ഒരു ഷൂ ആണ് ഇട്ടിരിക്കുന്നത്. ആ ഷൂ ഇട്ട് എനിക്കിട്ട് അദ്ദേഹം ചവിട്ടി. അതുപോലെ ഞങ്ങളുടെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അവിടെ വീണു. ഈ ഒന്നിനു നിന്നിടയ്ക്ക് അയാൾ പിടിച്ച് തള്ളുകയൊക്കെ ചെയ്ത് വീടുമൊക്കെ ഉണ്ട്. പ്രസിഡന്റിനെ മർദ്ദിച്ചു, മുട്ടുകൈക്ക് ഇടിച്ച്. പോടി എന്ന് പറഞ്ഞാൽ ചീത്തയാണ് വിളിക്കുന്നത്. എന്നെയും വളരെ മോശമായ രീതിയിൽ എന്നെയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് മോശമായ സംഭാഷണങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്തു. ചീത്ത പറയുന്ന രീതിയിലേക്ക് അദ്ദേഹം എനിക്ക് ഗുണ്ടകളെ പോലെ ഇടപെടുക. അദ്ദേഹത്തിന് അവിടെ വരേണ്ട ഒരു കാര്യമുള്ളതല്ല. ആ പ്രദേശത്ത് അദ്ദേഹത്തെ ബാധിക്കുന്ന, ആ കെട്ടിടത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നങ്ങളിൽ ഞങ്ങൾ പോയതല്ല. ഇപ്പം 4 പേര് അഡ്മിറ്റാണ്. മർദ്ദനമേറ്റവർ കോട്ടയം ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. മണർകാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.